ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. Question: Which ideas put forward by the national movement were included in the objective resolution? നാഷണൽ മൂവ്മെന്റ് കൊണ്ടുവന്ന ഏതൊക്കെ ഐഡിയാസ് ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വന്നിട്ട് നാഷണൽ മൂവ്മെന്റിൽ നിന്നുള്ള കുറേ ഐഡിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതാണ് ഇന്ത്യനെ വന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോവറിൻ റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇതിനകത്ത് എല്ലാ ജനങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള ജസ്റ്റിസും ഈക്വാലിറ്റിയും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഫ്രീഡംസും പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിനുള്ള പവർ എല്ലാതും വരുന്നത് ജനങ്ങളിൽ നിന്നാണെന്നാണ് ഇതിനകത്ത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The objective resolution included many ideas from the national movement. It declared India as an independent sovereign republic. It promised justice, equality, and fundamental freedoms to all its people. It also stated that all power of the government will come from the people. Question: Identify the ideas presented in the objective resolution that were included in the preamble of the Constitution of India and compare them. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഐഡിയാസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അവ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുള്ള എല്ലാ കോർ ഐഡിയാസും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യന്റെ പ്രിയാമ്പിളിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവ രണ്ടും എന്താ പറയുന്നത് വെച്ചാൽ ജനങ്ങളിൽ നിന്നാണ് സ്റ്റേറ്റിന്റെ പവർ വരുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ ഇവ രണ്ടും എയിം ചെയ്യുന്നത് ഇന്ത്യനെ ഒരു സോവറിൻ റിപ്പബ്ലിക് ആയിട്ട് മാറ്റുക എന്നാണ്. അതോടൊപ്പം തന്നെ ഇവ രണ്ടും എല്ലാ സിറ്റിസൺസിനും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റിസും ലിബർട്ടിയും ഈക്വാലിറ്റിയും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The preamble includes the core ideas of the objective resolution. Both declare that the power of the state comes from the people. Both aim to make India a sovereign republic. They both guarantee justice, liberty, and equality to all citizens. Question: How many parts and schedules are there in the Constitution at present? ഇപ്പം നിലവിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്സും ഷെഡ്യൂൾസും ആണ് ഉള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് 22 പാർട്സും 8 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ലിവിങ് ഡോക്യുമെന്റ് ആണ്. അത് നമ്മൾ പല തവണയായിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻഡ് ചെയ്യുക പറഞ്ഞാൽ അതിനകത്ത് കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ നിലവിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് 25 പാർട്സും 12 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. When the constitution was adopted, it had 22 parts and 8 schedules. Our constitution is a living document and has been amended many times. Currently, the Indian constitution has 25 parts and 12 schedules. Question: Find and list the reasons why India adopted the federal system. ഇന്ത്യ എന്തുകൊണ്ടാണ് ഫെഡറൽ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതിന്റെ റീസൺ ഫൈൻഡ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ വന്നിട്ട് ഫെഡറൽ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത് കൺട്രിയുടെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതോടൊപ്പം തന്നെ ഡിഫറെന്റ് റീജിയൻസിന് റെപ്രസെൻറ്റേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെഡറൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ കൺട്രിയിലുള്ള എല്ലാ പാർട്സിനും എക്കണോമിക് പ്രോഗ്രസ് അച്ചീവ് ചെയ്യാനും ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രലും സ്റ്റേറ്റ്സും തമ്മിൽ പവർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡെമോക്രസി ഒന്നും കൂടി സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇന്ത്യ adopted the federal system to maintain the country's unity and diversity. It helps give representation to different regions. This system helps in achieving economic progress for all parts of the country. Sharing power between the center and states makes democracy stronger. Question: How many Lok Sabha constituencies are there in Kerala? Find out their names. കേരളത്തിൽ എത്ര ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഉള്ളത്? അതിന്റെ പേരുകൾ കണ്ടുപിടിക്കാം. ഇപ്പൊ കേരളത്തിൽ 20 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഉള്ളത്. അതിൽ ചിലത് വന്നിട്ട് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കൊല്ലം എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കേരള is represented by members in the Lok Sabha. There are 20 Lok Sabha constituencies in Kerala.
Some of them are Thiruvananthapuram, Kollam, Ernakulam, and Kozhikode. Question. Discuss the need for constitutional amendment. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തുന്ന ചേഞ്ചസ് ആണ്. അതായത് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുക എന്നിവയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നീഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയും പൊളിറ്റിക്സും ഒക്കെ ഓരോ ടൈം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് പുതിയ നീഡ്സ് വന്നിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമെൻമെന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് റെലവെന്റ് ആയിട്ടുള്ള ലിവിങ് ഡോക്യുമെന്റ് ആക്കി മാറ്റുവാനും ഈ അമെൻമെന്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് മീൻസ് മേക്കിംഗ് ചേഞ്ചസ് ലൈക്ക് കറക്ഷൻസ് or additions to the constitution. The needs of society and politics change over time. Amendments help to alter the constitution to fit these new needs. This makes the constitution a living document that stays relevant. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question. What are the main features of the Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ലോകത്തിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പാർലമെന്ററി ഡെമോക്രസിയും അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റം ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ ഒരു സിസ്റ്റം ഗ്യാരണ്ടി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയും അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ പാർലമെന്ററി ഡെമോക്രസി ആൻഡ് എ ഫെഡറൽ സിസ്റ്റം. ഇറ്റ് ഗ്യാരണ്ടീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ലിസ്റ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആൻഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്? ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് പവർ വന്നിട്ട് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റിന് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇപ്പൊ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് പവർ വന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിവിഷൻ ഓഫ് പവർ വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിലാണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എ ഫെഡറൽ സിസ്റ്റം ഈസ് വൺ വെർ പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. ഇൻ ഇന്ത്യ power is shared between the central government and the state governments. This division of power is based on the constitution. Question. Explain the three lists in the 7th schedule of the constitution. കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള 7th ഷെഡ്യൂളിൽ വരുന്ന 3 ലിസ്റ്റുകളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നത് യൂണിയൻ ലിസ്റ്റ്, പിന്നെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ വരുന്നത് കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ് ആണ്. അതായത് ഡിഫൻസ്, ബാങ്കിങ് പോലത്തെ സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വന്നിട്ട് സെന്ററിന് ലോ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിനകത്ത് വരുന്നത്. രണ്ടാമത്തെ വന്നിട്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വന്നിട്ട് ലോക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് പോലീസ്, അഗ്രികൾച്ചർ പോലത്തെ സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് സ്റ്റേറ്റ്സിന് വന്നിട്ട് ലോ മേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മൂന്നാമത് വന്നിട്ട് കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റ് പറയുന്നത് കോമൺ ഇൻട്രസ്റ്റ് വരുന്ന സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഇവിടെ സ്റ്റേറ്റിനും അതുപോലത്തെ സെന്ററിനും ലോസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ ലോ ആയിരിക്കും അവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The union list includes subjects of national importance like defense and banking, where only the center can make laws. The state list includes subjects of local importance like police and agriculture, where states can make laws. The concurrent list includes subjects of common interest like education, where both can make laws. If there is a conflict, the law made by the central government prevails. Question. What is the difference between Lok Sabha and Rajya Sabha? ലോകസഭയുടെയും രാജ്യസഭയുടെയും ഡിഫറൻസ് എന്താണ്? ഇപ്പൊ ലോകസഭ എന്ന് പറയുന്നത് ലോവർ ഹൗസ് ആണ്. അപ്പൊ ഇതിനകത്തുള്ള മെമ്പേഴ്സിനൊക്കെ ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യുന്നതാണ്. ഒരു 5 ഇയർ ടേമിനാണ് ഈ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്.
രാജ്യസഭ പറയുന്നത് അപ്പർ ഹൗസ് ആണ്. ഇത് ഒരു സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ അകത്തുള്ള മെമ്പേഴ്സിനൊക്കെ എലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ്. അപ്പോൾ ഇതൊരു 6 ഇയർ ടേമിനാണ് ഇതിനകത്തുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്. ലോകസഭയിൽ വരുന്ന മിനിമം ഏജ് എന്ന് പറയുന്നത് 25 ആണ്. അതേസമയം രാജ്യസഭയിൽ വന്നിട്ട് 30 ആണ്. പിന്നെ ലോകസഭയ്ക്ക് വന്നിട്ട് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ കൂടുതൽ പവർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Lok Sabha is a lower house with members directly elected by the people for a 5-year term. The Rajya Sabha is the upper house representing states and its members are elected by state legislative assemblies for a 6-year term. The minimum age for Lok Sabha is 25, while for Rajya Sabha it is 30. The Lok Sabha has more power in financial matters. Question: Who is the head of the executive in India? ഇന്ത്യയിലുള്ള എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ആരാണ്? അപ്പൊ ഇന്ത്യയിലുള്ള എക്സിക്യൂട്ടീവിന് 2 ഹെഡാണ് വരിക. ഒന്ന് നോമിനൽ ഹെഡും പിന്നെ ഒന്ന് റിയൽ ഹെഡും. അപ്പൊ നോമിനൽ ഹെഡായിട്ട് വരുന്നത് പ്രസിഡന്റ് ആണ്. അതേസമയം റിയൽ ഹെഡ് അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് വരുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ പ്രൈം മിനിസ്റ്ററിനും അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണ് റിയൽ പവർ എക്സസൈസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The executive branch has both a nominal and a real head. The president is the nominal or formal head of the executive. The prime minister is the real executive head. The prime minister and the council of ministers exercise the real power. Question: What are the powers of the president of India? ഇന്ത്യയിലെ പ്രസിഡന്റിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്? പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലെ എക്സിക്യൂട്ടീവ് ഹെഡാണ്. ഇദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ജഡ്ജസ്, ഗവർണേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ലോകസഭ ഡിസോൾവ് ചെയ്യാനും അതുപോലെ തന്നെ എമർജൻസി ഡിക്ലെയർ ചെയ്യാനും പാർലമെന്റ് സമ്മൺ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുമാത്രമല്ല ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലെ കമാൻഡർ ഇൻ ചീഫ് ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The president is the executive head of the state. He appoints the prime minister, council of ministers, judges and governors. He can summon parliament, dissolve the Lok Sabha and declare an emergency. He is also the commander-in-chief of the Indian Armed Forces. Question: What is the role of the prime minister? Prime ministerന്റെ റോള് എന്താണ്? പ്രൈം മിനിസ്റ്റർ ആണ് ഒരു കൺട്രീൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ലോകസഭയിൽ മെജോറിറ്റി കിട്ടിയിട്ടുള്ള പാർട്ടീൻ്റെ ലീഡറും കൂടിയാണ്. ഇദ്ദേഹമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഫോം ചെയ്യുന്നത്. അതോടൊപ്പം പ്രസിഡന്റിൻ്റെയും ക്യാബിനറ്റിൻ്റെയും ഇടയിലുള്ള ലിങ്ക് ആയിട്ടാണ് ഇദ്ദേഹം ആക്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഒരു ഗവൺമെൻറ്റിൻ്റെ ഹെഡും കൂടിയാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Prime Minister is the administrative head of the country. He is the leader of the party or coalition that has a majority in the Lok Sabha. He forms the Council of Ministers and acts as a link between the President and the Cabinet. He is the head of the government and plays a key role in policy making. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What is the function of the judiciary? ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ എന്താണ്? ഇപ്പോൾ ലോ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഒരു ബ്രാഞ്ചാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇപ്പോൾ ജുഡീഷ്യറി വന്നിട്ട് സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ടറായിട്ടാണ് ജുഡീഷ്യറി അറിയപ്പെടുന്നത്. ഇപ്പോൾ ജുഡീഷ്യറി വന്നിട്ട് ഡിസ്പ്യൂട്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യും. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ആക്ട് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യുന്നു. ഒരു ഇൻഡിപെൻഡൻറ്റും ഇമ്പാർഷ്യലും ആയിട്ടുള്ള ജുഡീഷ്യറി ഡെമോക്രസിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The judiciary is a branch of government that interprets the laws. It protects the fundamental rights of the citizens and it is known as the protector of the constitution. It resolves disputes and ensures that the legislature and the executive act according to the constitution. An independent and impartial judiciary is essential for democracy. Question: How is the Indian Constitution amended? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അമെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ ചില പാർട്സ് വന്നിട്ട്, അതായത് ഓർഡിനറി ലോസ് പോലത്തെ ചില പാർട്സുകൾ വന്നിട്ട് പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റിയിലാണ് അമെൻഡ് ചെയ്യുന്നത്.
മറ്റ് പ്രൊവിഷൻസ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലത്തെ മറ്റ് പ്രൊവിഷൻസ് ഒക്കെ 2 ഹൗസിൽ നിന്നും സ്പെഷ്യൽ മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ക്രൂഷ്യൽ പ്രൊവിഷൻസ് ആണ്, അതായത് പവർ ഡിവിഷൻ ഒക്കെ വന്നിട്ട് 2 ഹൗസസിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അറ്റ്ലീസ്റ്റ് ഹാഫ് അപ്രൂവലെങ്കിലും വേണം അത് അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഫ്ലെക്സിബിളും റിജിഡും ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Some parts can be amended by a simple majority in parliament, like ordinary laws. Other important provisions, like fundamental rights, need a special majority of both houses. Very crucial provisions, like the division of powers, need a special majority plus approval from at least half of the state legislatures. This makes our constitution both flexible and rigid. Question: What are directive principles of state policy? State policy directive principles പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റിന് കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സോഷ്യലും എക്കണോമിക് ജസ്റ്റിസും ഉള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇത് വന്നിട്ട് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പോളിസീസ് മേക്ക് ചെയ്യാൻ ഗവൺമെൻറ്റിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Directive principles are guidelines given to the state in the Constitution. They are not enforceable in court but are fundamental for the governance of the country. They aim to create a welfare state with social and economic justice. They guide the government in making policies for socio-economic development. Question: What is the difference between a government bill and a private member's bill? ഗവൺമെൻറ് ബില്ലും പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഗവൺമെൻറ് ബില്ല് എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ഒരു മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലാണ്. അതേസമയം പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറയുന്നത് പാർലമെൻറ്റിലുള്ള ഒരു മെമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലാണ്. അപ്പോൾ ഈ ഒരു മെമ്പർ എന്ന് പറയുന്നത് ഒരു മിനിസ്റ്റർ ആയിരിക്കില്ല. ഇപ്പോൾ ഗവൺമെൻറ് ബില്ലായിരിക്കും കൂടുതൽ പാസ്സാവാനുള്ള ഹയർ ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റൂളിംഗ് പാർട്ടി തന്നെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് വന്നിട്ട് റയറായിട്ടായിരിക്കും പാസ്സാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എ ഗവൺമെൻറ് ബിൽ ഈസ് എ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പാർലമെൻറ്റ് ബൈ എ മിനിസ്റ്റർ. എ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഹു ഈസ് നോട്ട് എ മിനിസ്റ്റർ. Government bills have a higher chance of being passed as they are backed by the ruling party. Private members' bills are rarely passed into law. Question: Explain the concept of checks and balances in the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെക്സ് ആൻഡ് ബാലൻസിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ 3 ബ്രാഞ്ചസ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, അതുപോലെ ജുഡീഷ്യൽ, ഇപ്പോൾ ഓരോന്നും മറ്റുള്ളതിന് ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കൺട്രോൾ മാത്രമാണ് ഇവയ്ക്ക് ഉള്ളത്. ലെജിസ്ലേറ്റർ പാസ് ചെയ്ത ലോസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാൻ ജുഡീഷ്യറിക്ക് കഴിയും. ഇത് വന്നിട്ട് ജുഡീഷ്യൽ റിവ്യൂ വഴിയാണ് ചെയ്യുന്നത്. അതേസമയം എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാൻ ലെജിസ്ലേറ്ററിന് കഴിയും. നോൺ കോൺഫിഡൻസ് മോഷനും അതുപോലെ ബഡ്ജറ്റ് അപ്രൂവലും യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ബ്രാഞ്ചസിന് മറ്റൊരു ബ്രാഞ്ചിനേക്കാളും പവർഫുൾ ആവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെമോക്രസി സേഫ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റം where the 3 branches of government, legislative, executive and judicial, have some control over each other. The judiciary can declare laws passed by the legislature as unconstitutional through judicial review. The legislature can control the executive through non-confidence motions and budget approvals. This system ensures that no single branch becomes too powerful and helps to maintain democracy. Question: Who are the members of the political executive? Political executiveലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ വന്നിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അപ്പോൾ ഇവർ ഫിക്സഡ് ടേമിൽ പവറിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The political executive consists of elected representatives who are in power for a fixed term. It includes the president, the vice president and the council of ministers. The prime minister is the head of the council of ministers.
They are responsible for the policies and administration of the government. Subscribe to this channel for more videos like this. Question: What is the permanent executive? Permanent executive പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബ്യൂറോക്രസി അല്ലെങ്കിൽ സിവിൽ സർവീസ് ആണ്. അപ്പോൾ ഇതിനകത്ത് മെറിറ്റ് ബേസിസിൽ കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെ സെലക്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണ് വരുന്നത്. ഇവരിനെ പെർമനന്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ റിട്ടയർമെൻറ്റ് ഏജ് വരെ അവർ ഓഫീസിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The permanent executive is the bureaucracy or civil service. It consists of government officials who are selected through competitive exams based on merit. They are called permanent because they remain in office until their retirement age. They assist the political executive in carrying out the day-to-day administration of the government. Question: What does the preamble say about India? എന്താണ് ഇന്ത്യനെ കുറിച്ചിട്ട് പ്രിയാമ്പിൾ പറയുന്നത്? ഇപ്പോൾ പ്രിയാമ്പിൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് സോവറിനും സോഷ്യലിസ്റ്റും സെക്യുലറും അതുപോലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്നാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എല്ലാ സിറ്റിസൺസിനും ജസ്റ്റിസും ലിബർട്ടിയും ഫ്രെറ്റേണിറ്റിയും ഈക്വാലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The preamble is the introduction to the Constitution. It states that India is a sovereign, socialist, secular and democratic republic. It aims to provide justice, liberty, equality and fraternity to all its citizens. It declares that the people of India are the source of the Constitution's authority. Question: Why is the Indian Constitution considered the largest written constitution? എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോംപ്രഹെൻസീവും ഡീറ്റെയിൽഡും ആണ്. അപ്പോൾ ഇതെങ്ങനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഹ്യൂജ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ സൈസും അതുപോലെ തന്നെ കൺട്രിയുടെ ഡൈവേഴ്സിറ്റിയും കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് സെൻറ്റേഴ്സും അതുപോലെ സ്റ്റേറ്റും അതുപോലെ വേരിയസ് ഇൻഡിപെൻഡൻറ്റ് ബോഡീസിൻ്റെ പ്രൊവിഷൻസ് ആണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ഒറിജിനലി ഇതിനകത്ത് 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസാണ് വരുന്നത്. പക്ഷേ ചില അമെൻമെൻറ്റ്സ് മൂലം ഇത് കുറച്ചും കൂടെ വലുതാവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Indian Constitution is very comprehensive and detailed. It was framed considering the huge geographical size and diversity of the country. It contains provisions for the center, states and various independent bodies. It originally had 395 articles and 8 schedules and has grown larger with amendments. Question: What is the significance of the objective resolution? Objective resolutionന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വന്നിട്ട് 1946 ജവഹർലാൽ നെഹ്റു ആണ് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനുള്ള ഫിലോസഫിയും ഗൈഡിങ് പ്രിൻസിപ്പിൾസൊക്കെയാണ്. ഇതിലെന്താ ഡിക്ലെയർ ചെയ്ത് വെച്ചാൽ ഇന്ത്യ പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സോവറിൻ റിപ്പബ്ലിക് ആണെന്നും അതുപോലെ തന്നെ ജസ്റ്റിസ്, ഈക്വാലിറ്റി, ഫ്രീഡത്തിൻ്റെ ഐഡിയാസൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഈ ഐഡിയാസ് വന്നിട്ട് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The objective resolution was presented by Jawaharlal Nehru in 1946. It laid down the philosophy and guiding principles for framing the constitution. It declared India as an independent sovereign republic and outlined the ideas of justice, equality and freedom. These ideas were later included in the preamble of the constitution. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് one word questions അല്ലെങ്കിൽ fill in the blanks type questionsകളാണ്. Question: The objective resolution was presented by dash. Answer: Jawaharlal Nehru. Question: The Constitution of India came into force on dash. Answer: 26 January 1950. Question: The upper house of the Indian Parliament is known as the dash. Answer: Rajya Sabha. Next question: The minimum age to contest in Lok Sabha elections is dash years. Answer: 25. Next question: Subjects like defense and railways are in the dash list. Answer: union list. Question: The chairman of the Rajya Sabha is the dash. Answer: vice president. Next question: The power of the judiciary to examine the constitutionality of a law is called dash.
Answer, judicial review. Next question. The branch of government that implements a law is the dash. Answer, executive. Next question. The President of India submits his resignation to the dash. Answer, Vice President. Next question. The head of the Council of Ministers is the dash. Answer, Prime Minister. Question. When the Constitution was adopted, it had the dash schedules. Answer, 8 schedules. Question. The Indian Constitution provides for a dash citizenship. Answer, single citizenship. Question. Bills related to financial matters are called dash bills. Answer, money bills. Next question. The retirement age of Supreme Court judges is dash years. Answer, 65 years. Question. The term of a member of the Rajya Sabha is dash years. Answer, 6 years. Question. The head of the government in India is the dash. Answer, Prime Minister. Next question. Dash principles of state policy are guidelines for the government to ensure socio-economic development. Answer, directive. Next question. A bill introduced by a member of parliament who is not a minister is called a dash bill. Answer, private members. Next question. The administrative head of the country is the dash. Answer, Prime Minister. Next question. The lower house of the parliament is chaired by the dash. Answer, Speaker. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.